ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ അവതരിപ്പിച്ച അറേ ഫംഗ്ഷനിൽ തുടർന്നു വരുന്ന കുറച്ച് മെത്തേഡുകൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫൈൻഡ് ഇൻഡെക്സ് എന്ന മെത്തേഡിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വാല്യൂവിനെ അടിസ്ഥാനമാക്കി കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് കറക്റ്റ് ആണെങ്കിൽ 1 അല്ലെങ്കിൽ 0 പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് നമ്മളൊരു കൊടുക്കുന്ന കണ്ടീഷന് ശരിയാണെങ്കിൽ നമുക്ക്, അതായത് ഫസ്റ്റ് വാല്യൂവിനെ അടിസ്ഥാനമാക്കി കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 1 എന്ന് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു അറേ ഇവിടെ വന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് നമുക്കിവിടെ വന്ന് ഒരു അറേ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ വേരിയബിളിന് നമ്മൾ വാല്യൂ നെയിം റിസൾട്ട് എന്നാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈ അറേന്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി ഫൈൻഡ് എന്ന ഭാഗത്ത് നമ്മളിവിടെ വന്ന് ഫൈൻഡ് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുക്കുക. ഫൈൻഡ് എന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ ഫൈൻഡ് ഇൻഡെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഫൈൻഡ് ഇൻഡെക്സ് എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ ഏത് വാല്യൂ ആണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു വാല്യൂ 20 എന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് പ്രിന്റ് ചെയ്യുന്നത് 1 എന്നായിരിക്കും. കാരണം നമ്മൾ ഇവിടെ കൊടുത്ത ഈ വാല്യൂ, അതായത് ഈ 20 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്ത ഫസ്റ്റ് ഇൻഡെക്സ് ആയ 5ന്റെ മുകളിലാണ്. അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ 1 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ വന്ന് ഈ വാല്യൂ നമ്മൾ 4 ആണ് കൊടുത്തത്, അതായത് 5ന്റെ താഴെ ഒരു നമ്പറാണ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ 0 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫൈൻഡ് ഇൻഡെക്സ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് forEach എന്ന മെത്തേഡാണ്. forEach എന്ന മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന അറയിലെ ഒരു വാല്യൂ ഫംഗ്ഷൻ ഉപയോഗിച്ച്, അതായത് അറയിലെ വാല്യൂസ് മുഴുവൻ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, forEach എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി, അതിനുശേഷം ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു var. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അറേ എന്ന് ഉപയോഗിച്ചു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് അക്ഷരങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം എ എന്നും, പിന്നെ നമ്മളിവിടെ വന്ന് ബി എന്നും, അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് സി എന്നും ചേർത്ത് കൊടുത്തു. ചോയ്സ് ആണ്, നമുക്ക് എത്ര എണ്ണം ഇതേ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് നമ്മുടെ അറേന്റെ പേര് നമ്മളിവിടെ വീണ്ടും നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, അറേ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് forEach എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷന്റെ പേര് ചേർത്ത് കൊടുത്തു. ചോയ്സ് ആണ്, ഇഷ്ടമുള്ള ഫംഗ്ഷൻ എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം document.write. അതിനുശേഷം നമുക്ക് ഏതാണോ നമ്മളെ ഫംഗ്ഷന്റെ പേര് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ, ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് fh എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇവിടെയും നമുക്ക് അതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് അറേന്റെ ഉള്ളിൽ ഏതാണോ ഓക്കെ, ഇവിടെ വന്ന് നമുക്കൊരു ഫംഗ്ഷൻ എന്നുകൂടി ചേർത്ത് കൊടുക്കണം. ഫംഗ്ഷൻ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ മുമ്പ് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ, അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വാല്യൂസ് ആണോ നമ്മൾ ചേർത്ത് കൊടുത്തത് അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് അറയിൽ നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡാണ് ഇൻക്ലൂഡ്സ് എന്നത്. കൊടുക്കുന്ന വാല്യൂ അറയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ചെക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്, ഇൻക്ലൂഡ്സ് എന്ന് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു വാല്യൂ, ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് അറയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻക്ലൂഡ്സ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന്
ഇവിടെ നമുക്കൊരു പുതിയ വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ ഇതിന് നമ്മൾ വേരിയബിൾ നെയിമായിട്ട് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. റിസൾട്ട് എന്നിട്ട് നമുക്ക് ഈക്വൽ ടു അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്ന് ഇൻക്ലൂഡ്സ് എന്ന് ചേർത്ത് കൊടുക്കാം. ഇൻക്ലൂഡ്സ് എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് വാല്യൂ ആണോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് എ എന്ന വാല്യൂ ഇതിലുണ്ടോ എന്നാണ്. ഓക്കെ, ഉണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ട രൂപത്തിൽ എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ എന്താണോ ചേർത്ത് കൊടുത്തത് റിസൾട്ട് എന്താണോ ആ വേരിയബിളിൻ്റെ പേര് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ട്രൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്, കാരണം എ എന്നുള്ള വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡെക്സ് ഐറ്റം വാല്യൂ ഈ അറേൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. നമുക്ക് ഈ അറേൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു വാല്യൂ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഫാൾസ് എന്നായിരിക്കും വരിക. അപ്പോൾ ഇൻക്ലൂഡ് ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അറയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് 3 ഫംഗ്ഷനെ കുറിച്ചാണ്. ഒന്ന് ഫൈൻഡ് ഇൻഡെക്സ്, അതേപോലെ forEach, അതേപോലെ തന്നെ ഇൻക്ലൂഡ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.